ആഭരണങ്ങൾ എന്നും അഴകിന്റെ അലങ്കാരങ്ങളാണ്. അത് സ്വർണ്ണാഭരണങ്ങളാവുമ്പോൾ അതിന് അല്പം കൂടി മാറ്റുകൂടും. സ്വർണ്ണാഭരണ വിപണിയിലെ പ്രമുഖ ബ്രാൻഡായ ഭീമയുടെ കൊച്ചിയിലുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉള്ള ഗോൾഡ് സൂക്കിലെ ഭീമ ജ്വല്ലറിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് സാൻഡൽ ഫിനിഷിലുള്ള വർക്കാണ്. സാൻഡൽ ഫിനിഷ് അല്ലേ? അതെ. ഇത് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത്? പ്രത്യേകത ഇത് ഡബിൾ സൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കേ, പെൻഡന്റ് അല്ലേ? പെൻഡന്റ് മാത്രമല്ല, നെക്ലസ് ഉൾപ്പെടെ ഡബിൾ സൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലേ? ഇതൊരു ഫ്ലവർ, അതുപോലെ തന്നെ ഒരു ഹാഫ് അല്ലേ ജിമിക്കയുടെ ഒരു ഇതും കൂടി. എനിക്ക് അതിന് ഇതിന്റെ ഇയറിങ്സ് വരുന്നതിന്റെ സെയിം പാറ്റേൺസ് ആണ് വന്നത് അല്ലേ? ഇതിന്റെ ഈ ഒരു പോർഷൻ ആണെങ്കിലും ലക്ഷ്മി ദേവി അല്ലേ? ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ സ്റ്റോൺസും ഗോൾഡും എല്ലാം കൂടിയിട്ട് അല്ലേ? ചെറിയ ചെറിയ റൂബിയും എമറാൾഡും കെംസ്റ്റോൺ. ഇതിൽ ഇത് സൈഡ് തന്നെ റിമൂവ് ചെയ്ത് നമുക്ക് ലോക്കറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഈ സൈഡ് ഇങ്ങനെ ഓക്കെ, പെൻഡന്റ് ആയിട്ട് എക്സ്ട്രാ ചെയിൻസ് ഉണ്ടെങ്കിൽ അല്ലേ? എക്സ്ട്രാ ചെയിൻസ് ഉണ്ട്. എക്സ്ട്രാ ചെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെൻഡന്റ് വെച്ചിട്ട് മാറിയിടുകയും ചെയ്യാം. ഇതിന്റെ രണ്ട് പോർഷൻസും കണ്ടത് ഇതൊരു നല്ലൊരു ഫ്ലവറിന്റെ ഒരു ഡിസൈനാണ്. അതുപോലെ വന്നിട്ട് ഡബിൾ സൈഡ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഹെവി ആണ് അല്ലേ? കുറച്ച് ഹെവിയാണ്. ഇത് മൾട്ടിപർപ്പസ് ആണ്. മൾട്ടിപർപ്പസ് ആയിട്ട് വേണമെങ്കിൽ സിമ്പിൾ ചെയിൻ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. സൈഡിലേക്ക് കണക്ട് ചെയ്താൽ അരപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അരപ്പട്ടയായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് കണക്ഷൻ സൈഡിലെ വരും. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. മൾട്ടിപർപ്പസ് ആണ് അല്ലേ? ഇതിനെല്ലാം നമുക്ക് ഡബിൾ സൈഡ് യൂസബിൾ ആണ്. ചെറിയൊരു ചെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു അരപ്പട്ടയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന്റെ പെൻഡന്റ് നമുക്ക് രണ്ട് സൈഡും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് വേറൊരു ചെയിനിൽ പെൻഡന്റ് ആയിട്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ? ഒരു നെക്ലസ് ആയിട്ട് കണ്ട ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചെയിനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചെയിനായിട്ട് യൂസ് ചെയ്യാം. കണ്ട ഇതിനൊരു ഈ ഒരു സൈഡും വേറൊരു പെൻഡന്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഇത്. ഇത് കൊള്ളാട്ടോ. ഈ ഒരു മൾട്ടിപർപ്പസ് ഇതൊരു റെഡ് കളറിൽ അല്ലേ? റൂബി കളറിലുള്ളത്. ഓക്കെ, കെംസ്റ്റോണിന്റെ കളറിലുള്ളൊരു നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ വരികയാണെങ്കിൽ ഗ്രീൻ കളർ അല്ലേ? ഇങ്ങനെ രണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ കളറിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചെറിയൊരു നെക്ലസ്, വളരെ സിമ്പിൾ ആയിട്ട്. പക്ഷെ ഇത് മൂന്നും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു സാരിക്കൊക്കെ ഒരു ലോങ് ചെയിൻ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഓർണമെന്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ പെൻഡന്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഓക്കെ. ഇതല്ലാണ്ട് ഈ പെൻഡന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഈ പീസ് നമുക്ക് ഒരു മാറ്റാം. നെക്ലസ് ആയിട്ട് ലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി. അത് റിമൂവ് ചെയ്യണമെങ്കിലും അതങ്ങനെ ഒരു ഡിസൈൻ ഇല്ലാണ്ട് ഈ ഒരു ഇതിലാണ് നമുക്ക് എക്സ്ട്രാ ചെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടേണ്ടത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് വെക്കുകയും ചെയ്യാം അല്ലേ? ലോങ് ചെയിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇത് പർപ്പസ് ആയിട്ട് വെച്ചേ ഉള്ളൂ. ലോക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രം അത് വെച്ചാൽ മതി. ലോക്കറ്റ് ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ കാർവ് ചെയ്ത് അത് ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ ക്ലിപ്പ് നമുക്ക് ലോക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കാണരുത്. അതൊരു ഡിസൈൻ ആയിട്ട് മറച്ചിരിക്കുകയാണ് അല്ലേ? ഇവിടെ ഈ അരപ്പട്ടയായിട്ട് യൂസ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ക്ലിപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെയിൻ വരുമ്പോൾ സൈഡിൽ നിന്ന് ചെയിൻ വരുമ്പോൾ അരപ്പട്ടയായിട്ട് എല്ലാം സ്ക്രൂ വെച്ചിട്ടായതുകൊണ്ട് ക്ലിപ്പാണ് അല്ലേ? ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അരപ്പട്ടയും നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ അരപ്പട്ട അങ്ങനെ കണക്ട് ചെയ്ത് തരാം. നമ്മൾ വെച്ച് കാണും.
ഇപ്പോൾ നമ്മൾ അരപ്പട്ട സെപ്പറേറ്റ് വാങ്ങുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലേ? ക്ലിപ്പ് ചെയ്താൽ മതി. അല്ല അരപ്പട്ടയായിട്ട് പിന്നീട് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നിരിക്കില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് നേരെ സെൻട്രൽ ഉടിയാനം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തന്നെ വയ്ക്കാം. അതെ, അപ്പോൾ അത് തന്നെ തിരിച്ചും വെക്കാം. പർപ്പസ് ഇപ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ ഏത് കളറാണ് നമുക്ക് പെട്ടെന്ന് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ചെയിനാണ്. ചെയിനും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? മൾട്ടി പർപ്പസ് ആണ്. 10-in-1 എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. ഏതാണ് 10-in-1 പർപ്പസ്? ഓക്കെ, കൊള്ളാം. ഇത് കുറച്ച് ഹെവിയാണ്, അതുകൊണ്ട് തന്നെ അത് ഹെവിയാന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ പർപ്പസ് അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വെയിറ്റ് പോരാ. ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ല, പർപ്പസ് അനുസരിച്ച് ഈ വെയിറ്റ് പോരാ. കാരണം ഇതിന്റെ ഈ സൈഡിലുള്ള വീതി ഉണ്ടല്ലോ, ഈ വീതി ശരിക്കും ഡബിൾ വീതിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് പോരാ. അപ്പൊ മാക്സിമം കുറച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് 18-19 പവനേ വരുന്നുള്ളൂ. ഒരു 20 പവൻ വന്നാലും എന്താണ് അല്ലേ? 20 പവൻ വന്നാലും ആവില്ല. ഒരു 25 പവനിലെ 30 പവനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വീതിയൊക്കെ കൂട്ടിയിട്ട് നെക്ലസ് കിട്ടി, അരപ്പട്ട കിട്ടി, ലോങ് ചെയിൻ കിട്ടി, പെൻഡന്റ് കിട്ടി അല്ലേ? ഒരുപാട് നമ്മൾ ഇത്രയും പർപ്പസിൽ 18 പവനില് 19 പവനില് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ശരിയാണ്. അതിൻ്റെ വരുന്ന നല്ലൊരു ജിംക്ക, നല്ല കുറച്ച് വലിയൊരു ജിംക്കയാണ്. നല്ല കളർഫുൾ ആയിട്ടാണ്, ഗ്രീനും മജന്ത കളർ കോമ്പിനേഷനൊക്കെ. ജിംക്ക പൊതുവേ നമുക്ക് ഇപ്പോൾ ട്രെൻഡ് ആയതുകൊണ്ട് ഇതൊക്കെ അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിന് നമുക്ക് ഈ ഒരു ജിംക്ക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ എക്സ്ട്രാ ഏതെങ്കിലും ഇപ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ പറ്റുമല്ലോ അല്ലേ? ഓരോ കസ്റ്റമർക്ക് ചിലപ്പോൾ ജിംക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് അങ്ങനെ വരണമെങ്കിൽ മാറ്റി കൊടുക്കുന്നു അല്ലേ? ഇതിപ്പോൾ അതിന്റെ നെക്ലസ് മാത്രം നമ്മളിപ്പോൾ കല്യാണത്തിന്റെ തലേദിവസം വേണമെങ്കിൽ ഇങ്ങനെ നെക്ലസ് മാത്രം ഇടാം. പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിൽ അത് തിരിച്ചിടാം. പിന്നെ കല്യാണത്തിന് വേണമെങ്കിൽ അരപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈവനിങ് ഫംഗ്ഷൻ വേണമെങ്കിൽ ലോങ് ചെയിനായിട്ട് യൂസ് ചെയ്യാം. പർപ്പസ് ഒത്തിരി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരൊറ്റ നെക്ലസ് തന്നെ.